ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു ലഞ്ച് വ്ളോഗാണ് കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ കിച്ചണിലൊക്കെ കയറിയത്. ഇന്നൊരു 11 മണിയൊക്കെ ആയപ്പോൾ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. 1 മണിയൊക്കെ ആകുമ്പോൾ ഇക്ക ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വരും കേട്ടോ. തലേ ദിവസം ഇക്ക വന്ന ടൈമിൽ നല്ല കൊച്ചു മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം മത്തി ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കൂടുതൽ ചെമ്മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വലിയ ചെമ്മീനായിരുന്നു കേട്ടോ. സാധാരണ നമ്മളിവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് മിക്കവാറും ചെമ്മീൻ മേടിക്കാറ്. പക്ഷേ ഇത് നമ്മൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് സാധനമായിരുന്നു. അപ്പോൾ ഇത് ചാറുകറിയും വെച്ച് പൊരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് മറ്റുള്ള മീനൊക്കെ ക്ലീൻ ചെയ്യുന്നതിലും വളരെ എളുപ്പമാണ് കേട്ടോ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ. അതിന് മാത്രം കുറച്ച് സ്പീഡൊക്കെ ഉണ്ട്. സാധാരണ ഞാൻ ചെമ്മീൻ്റെ തലയും ചിലപ്പോഴൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ നമ്മളതൊന്നും എടുക്കുന്നില്ല. എങ്ങാനും വയറുവേദനയൊക്കെ വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ എടുക്കാത്തത്. അങ്ങനെ ഇതാ നമ്മൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെമ്മീൻ ചാറുകറി വെക്കാൻ വേണ്ടി നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 ചെമ്മീൻ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ കറിക്ക്. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങക്കായും തക്കാളിയും ചെമ്മീനൊക്കെ ഇട്ട ചാറുകറിയാണ് കേട്ടോ നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് വേണ്ടി നമുക്ക് അരപ്പൂടി തയ്യാറാക്കണം. അങ്ങനെ ഇതാ നമ്മൾ തേങ്ങ ഒക്കെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർ വെളുത്തുള്ളി അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ചെമ്മീൻ ചേർത്തുകൊണ്ട് മാത്രം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ച തേങ്ങ ആയിരുന്നു. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് ബാക്കി ചെമ്മീനും കൂടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സവോള ചെറുതായിട്ടായിരുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതലും ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഗരം മസാലയും അതുപോലെ തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പൊടികളും വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചില സമയമൊക്കെ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ തുള്ളി മൈദയെങ്കിലും ചേർത്ത് കൊടുക്കും കേട്ടോ. പക്ഷേ ഇത്തവണ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഈ ചെമ്മീൻ ഇപ്പോൾ ഒന്നും ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ. ഇക്ക വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇത് നേരെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുവാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ കൊച്ചുമത്തിയുടെ ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിലേക്കും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുവാണ് കേട്ടോ. അങ്ങനെ എല്ലാം തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആയപ്പോഴാണ് കേട്ടോ ഉപ്പ് ചേർത്തില്ല എന്ന് ഓർത്തത്. അങ്ങനെ ഉപ്പും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. അങ്ങനെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച നമ്മൾ ചെമ്മീനും തക്കാളിയും മുരിങ്ങക്കായും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരപ്പും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെമ്മീൻ തേങ്ങ അരച്ച് വെക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് വെക്കുന്ന കറി. അങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റായിട്ട് നമ്മൾ മീൻ പൊരിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് താളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുകും സവോളയും അതുപോലെ കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ടൊരു നുള്ള് മുളക് പൊടിയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മൾ കറിയൊക്കെ ഒന്ന് താളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനും കൂടി ഒന്ന് പൊരിച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ചോറും ഊറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെമ്മീനൊന്ന് ആദ്യം തന്നെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ഒരു സൈഡ് മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു രീതി ചെയ്തു വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ഫ്ലേവറുള്ള ചെമ്മീനായിരുന്നു. അതുപോലെ തന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കൊച്ചുമത്തിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. കൊച്ചുമത്തി ഞാൻ ആദ്യമായിട്ടാണ് വെട്ടുന്നത്, അതുകൊണ്ട് തന്നെ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല അടിപൊളി മത്തിയായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് ആയിരുന്നു. അവിടെ അതും കൂടിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ 2 ഐറ്റം ഫ്രൈ ചെയ്യാൻ വെച്ചതും വീട് ഫുള്ള് പുകയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മത്തി ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാണ് വേവിച്ചെടുത്തത്, കാരണം ഭയങ്കര പുകയായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മത്തിയൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മത്തി ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കരിഞ്ഞതുപോലെ തോന്നുമെങ്കിലും കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ, കറക്റ്റ് പാകത്തിനാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ചെമ്മീൻ ലാസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ പൊരിച്ച് ഈ ചട്ടിയിൽ തന്നെ ചോറിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് കഴിച്ചതും. അങ്ങനെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്കായും ജോലി അതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ മീൻ മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻ കറിയും ചെമ്മീൻ ഫ്രൈയും മത്തി പൊരിച്ചതും പിന്നെ നമ്മൾ തേങ്ങ അരച്ച കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വാവയ്ക്കും കൂടി വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഫ്രൂട്ട്സ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിന്ദൂരമാങ്ങാണ് കേട്ടോ. വലിയ കളറൊന്നും വന്നില്ലെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ മുന്തിരി നല്ല മധുരം ഉള്ളതായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ വാവയ്ക്ക് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഏലക്കൊക്കെ ഇട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയപ്പം വാവയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇന്നും കുക്കറിൽ ഒരു സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ വാനില എസൻസ് അല്ല കേട്ടോ, ഏലക്കായാണ്. അതുപോലെ തന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, പാലും മുട്ടയൊക്കെ തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു, ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളായിരുന്നു. ജസ്റ്റ് മിക്സിയിൽ കറക്കിയെടുക്കുക, പിന്നെ നമ്മൾ കുക്കറിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് മുറിക്കുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ. അതിനുശേഷം രാത്രിയൊക്കെ ആയപ്പോൾ ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ട ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് നമ്മൾ സാധാ ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ ഉണ്ടാക്കുന്ന മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ കേട്ടോ. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സവോളയൊക്കെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സവോളയൊക്കെ വഴറ്റി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മൾ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ തക്കാളിയൊക്കെ ഒന്ന് മൂത്ത് വരണം കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ സവോളേൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നല്ലപോലെ മൂത്ത് നമ്മൾ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് നോർമൽ മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും പിന്നെ നമ്മളുടെ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊറോട്ട ഒക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രിത്തെ പണികളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് ഒരു നുള്ളു ഗരം മസാലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇക്ക വന്ന സമയത്ത് പൊറോട്ടയും ഹോട്ടലിൽ നിന്നുള്ള ഗ്രേവിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൂടെ കട്ട്ലേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഇവിടുന്ന് കട്ട്ലേറ്റ് മേടിക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇത് നല്ല അടിപൊളി കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാവയ്ക്ക് കട്ട്ലേറ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് ചെമ്മീൻ കറിയും അതുപോലെ ചോറും ഒക്കെയാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സംഭവം നല്ല അടിപൊളി കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കട്ട്ലേറ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ പൊറോട്ടയും അതുപോലെ ചിക്കൻ കറിയും പിന്നെ കൂടെ കിട്ടിയ ഗ്രേവി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഗ്രേവി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ മേടിച്ചത് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. മലയാളികളുടെയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടയും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചൂട് പൊറോട്ട ആയിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഇക്ക പെപ്സിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. അതുപോലെ നമ്മൾ ചിക്കൻ കറിയുടെ ഗ്രേവി നല്ല തിക്കായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം നമ്മൾ സാധാ ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് അത്രയും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനൊരു കുറച്ചൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ തോന്നിയത്. എന്നാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കുവാണ്. അതുപോലെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.